എന്തുകൊണ്ടാണ് മിക്ക ഇന്ത്യൻ സ്റ്റുഡൻസും ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നതെന്ന് പറയാം. അതായത് ഇപ്പോൾ ഞാനടക്കമുള്ള ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലുള്ള മിക്ക കുട്ടികളും ചൂസ് ചെയ്യുന്ന ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ ആയിരിക്കും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അഫോർഡബിലിറ്റി ആണ്. ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസിനെല്ലാം വെച്ച് നോക്കുമ്പോൾ ഉസ്ബെക്കിസ്ഥാൻ ഭയങ്കര അഫോർഡബിൾ ആണ്. അതായത് ഇപ്പം ഇന്ത്യയിലെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിന്റെ ഫീസിൽ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ MBBS പഠിച്ച അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് കാര്യങ്ങളും എല്ലാം കഴിച്ചിറങ്ങാൻ പറ്റും. അപ്പം മിക്ക കുട്ടികളും ഇപ്പം എന്നെ പോലെയുള്ള മിക്ക കുട്ടികളും റിപ്പീറ്റും റിപ്പീറ്റൊക്കെ കഴിഞ്ഞ് നീറ്റെല്ലാം കിട്ടാണ്ടിരിക്കുമ്പോൾ നമുക്ക് ലൈക്ക് പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നാട്ടിലെ പ്രൈവറ്റ് കോളേജുകളിൽ കയറാന്നുള്ളതാണ്. അതിപ്പോൾ മെറിറ്റ് ബേസ്ഡ് ആയിട്ട് കിട്ടുന്നതാണെങ്കിൽ നമുക്കൊരു 45 lakhs വരും ഫീസ്. അപ്പോൾ ആ ഒരു ഫീസിൽ, അതായത് ഒരു 40 lakhs നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, നമ്മുടെ എല്ലാ എക്സ്പെൻസും കവർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ മെയിൻ തിങ് എന്താ വെച്ചാൽ ഇപ്പം നമ്മുടെ അവിടുത്തെ ലിവിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവാണ്. ഇപ്പം ഇന്ത്യയിൽ നമുക്കൊരു മാസം എത്ര ചിലവ് വരും, ആ ഒരു ചിലവന്നെ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ വരുന്നുള്ളൂ. ഒരു 10,000 രൂപയിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മന്ത് ലാവിഷ് ആയിട്ട് എല്ലാ ദിവസവും നല്ല ഫുഡെല്ലാം വാങ്ങിച്ച് ജീവിക്കാൻ പറ്റും. അപ്പോൾ അത്രയ്ക്ക് അഫോർഡബിൾ ആണ്. പിന്നെ ഒരു 40 lakhs ഉണ്ടെങ്കിൽ നമ്മുടെ ട്യൂഷൻ ഫീസ്, ലിവിങ് എക്സ്പെൻസ്, ഹോസ്റ്റല്, രജിസ്ട്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കവർ ചെയ്ത് പോകാൻ പറ്റും. സോ ഇതാണ് മെയിൻ തിങ്. പിന്നെ എന്താ വെച്ചാൽ അവിടുത്തെ മിക്ക കോളേജസും ഇംഗ്ലീഷ് മീഡിയം എഡ്യൂക്കേഷനാണ് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അവിടെ പഠിക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ് ഓർ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലാണ്. അപ്പം ഇതുകൊണ്ടെല്ലാമാണ് മെയിനായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നത്. ദ മോസ്റ്റ് തിങ് ഈസ് അഫോർഡബിലിറ്റി, പിന്നെ ലിവിങ് എക്സ്പെൻസ്, പിന്നെ അഡ്മിഷൻ ആൻഡ് വിസ പ്രൊസീജിയർ കുറച്ചും കൂടി ഈസിയാണ്. നമുക്ക് ഇപ്പം ജോർജിയ അല്ലെങ്കിൽ ബാക്കിയുള്ള കൺട്രീസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഉസ്ബെക്കിസ്ഥാന്റെ വിസ പ്രൊസീജിയറും അതുപോലെ അഡ്മിഷൻ പ്രൊസീജിയറും ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല, ഇപ്പോൾ അഡ്മിഷൻ്റെ ആണെങ്കിലും വിസേൻ്റെ കാര്യമാണെങ്കിലും. സോ ഇതുകൊണ്ടെല്ലാമാണ് ഇന്ത്യൻ സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഉസ്ബെക്കിസ്ഥാൻ ചൂസ് ചെയ്യുന്നത്.